ലോക്സഭയിൽ നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും നേർക്കുനേർ. പരമശിവന്റെയും ഗുരുനാനാക്കിന്റെയും ചിത്രങ്ങൾ ഉയർത്തിക്കാണിച്ചും ഖുറാൻ ഉദ്ധരിച്ചും രാഹുൽ ഗാന്ധി ബിജെപിയെ കടന്നാക്രമിച്ചു. ഹിന്ദുക്കളെന്ന പേരിൽ ചിലർ അക്രമം നടത്തുന്നു. അയോധ്യയിൽ മത്സരിക്കാൻ നരേന്ദ്രമോദി സർവേ നടത്തിയെങ്കിലും തോൽവി ഭയന്ന് പിന്മാറിയെന്നും രാഹുൽ ഗാന്ധിയുടെ ആരോപണം. शिव जी कहते हैं डरो मत, डराओ मत, अभय मुद्रा दिखाते हैं, अहिंसा की बात करते हैं, त्रिशूल को जमीन में गाड़ देते हैं, और जो लोग अपने आप को हिंदू कहते हैं वो 24 घंटा हिंसा हिंसा हिंसा, नफरत नफरत नफरत, असत्य सत्य असत्य। आप हिंदू हो ही नहीं। हिंदू धर्म में साफ लिखा है सत्य के साथ खड़ा होना चाहिए, सत्य से पीछे नहीं हटना चाहिए, सत्य से नहीं डरना चाहिए। अहिंसा हमारा प्रतीक है। नरेंद्र मोदी जी पूरा हिंदू समाज नहीं है, बीजेपी पूरा हिंदू समाज नहीं है, आरएसएस पूरा हिंदू समाज नहीं है। कि 3 बार नरेंद्र मोदी ने टेस्ट किया, 2 बार। क्या मैं अयोध्या से लड़ जाऊं? और सर्वेयर्स ने कहा अयोध्या में मत लड़ जाना। പ്രസംഗത്തിലിടപെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി ഹിന്ദുക്കളെ അക്രമികളായി ചിത്രീകരിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തി. ये विषय बहुत गंभीर है। पूरे हिंदू समाज को हिंसक कहना ये गंभीर विषय है. രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആവശ്യപ്പെട്ടു. പ്രസംഗം തുടർന്ന് രാഹുൽ ഗാന്ധിജിയെ ലോകമറിഞ്ഞത് സിനിമയിലൂടെയാണെന്നും തന്നെ ദൈവം നിയോഗിച്ചതാണെന്നുമുള്ള പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകളെ പരിഹസിച്ചു. മണിപ്പൂർ കലാപം, അഗ്നിവീർ നിയമനം, കർഷക സമരം, നീറ്റ് പരീക്ഷാ വിവാദം തുടങ്ങിയ വിഷയങ്ങളും രാഹുൽ സഭയിൽ ഉന്നയിച്ചു. एक दिन प्रधानमंत्री 8 बजे कहते हैं पता नहीं फाइन ट्यूनिंग हो गई भगवान के साथ, डायरेक्ट मैसेज भगवान। सर ने बोला है, सर प्रधानमंत्री ने ये बोला है, ये मैं नहीं बोल रहा हूं, प्रधानमंत्री ने बोला है कि मेरा डायरेक्ट कनेक्शन है भगवान के साथ। मणिपुर को आपने सिविल वॉर में डुबा दिया और आज तक हिंदुस्तान के प्रधानमंत्री मणिपुर नहीं गए हैं। प्रेसिडेंट्स एड्रेस में ना नीट की बात होगी, ना अग्निवीर की बात होगी, ये बातें नहीं होंगी। हम स्पीकर सर, हमने कहा कि 1 दिन का डिस्कशन अलाउ कर दीजिए। हम आपके साथ खड़े होकर इसको रिजॉल्व करना चाहते हैं। इंस्टीट्यूशनल फेलियर है, हम आपकी मदद करना चाहते हैं, रिजॉल्व करना चाहते हैं। सरकार कहती है नहीं, डिस्कशन नहीं होगा. സ്പീക്കറും പ്രതിപക്ഷ അംഗങ്ങളും തമ്മിൽ പലപ്പോഴും വാക്കേറ്റമുണ്ടായി. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ മണിപ്പൂർ എന്തുകൊണ്ട് വന്നില്ലെന്ന് തൃണമൂൽ MP മഹുവ മൊയ്ത്ര ചോദിച്ചു. കശ്മീർ താഴ്വരയിൽ സ്ഥാനാർത്ഥികൾ നിർത്താൻ BJP ഭയപ്പെട്ടു. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ചെങ്കോലിന് സ്ഥാനമില്ലെന്നും മഹുവ മൊയ്ത്ര പറഞ്ഞു. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, അങ്ങനെ സഭയിൽ നേർക്കുനേർ പോര് കാണുന്നു, നാടകീയ രംഗങ്ങൾ കാണുന്നു, എന്തൊക്കെയാണ് സഭയിൽ ഉണ്ടായതെന്ന് ബൽറാം? ഉന്മേഷ്, ഇന്ന് ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയുടെ ദിവസമായിരുന്നു. കഴിഞ്ഞ 20 വർഷമായി സഭയിൽ കാണുന്ന രാഹുലിനെ അല്ല ഇന്ന് കണ്ടത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ 2ാമത്തെ പ്രസംഗമായിരുന്നു ഇന്നത്തേത്. എന്നാൽ അദ്ദേഹം ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് BJPക്കെതിരെ എന്തെല്ലാം ആയുധങ്ങളാണോ പ്രയോഗിച്ചിരുന്നത് കോൺഗ്രസും പ്രതിപക്ഷവും, അത് മുഴുവനായും തന്നെ ഇന്ന് സഭയ്ക്കകത്തും രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെ പ്രയോഗിച്ചു. രാഹുൽ പതിവ് ശൈലിയിൽ നിന്നും വ്യത്യസ്തനായിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലും പരിഹസിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ സഭയ്ക്കുള്ളിൽ നടത്തി. അത് BJP അംഗങ്ങളെ പൂർണ്ണമായും ചൊടിപ്പിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 2 തവണ രാഹുലിന്റെ പ്രസംഗത്തിനിടെ ഇടപെട്ട് സംസാരിക്കേണ്ടി വന്നു. പ്രധാനമന്ത്രി മാത്രമല്ല, ആഭ്യന്തരമന്ത്രി അമിത് ഷാ 5 തവണയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനിടെ എഴുന്നേറ്റ് നിന്ന് ഇടപെട്ടത്. ഒപ്പം തന്നെ രാജ്നാഥ് സിംഗ് 2 തവണ രാഹുലിന്റെ പ്രസംഗത്തിൽ ഇടപെട്ടു. കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഇടപെട്ടു. BJPയുടെ അക്രമ കുന്തമുനിയായ നിഷികാന്ത് ദുബെ 3 തവണയാണ് രാഹുലിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത്. ഒട്ടേറെ തവണ ക്രമപ്രശ്നങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു രാഹുലിന്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുന്നതാണ് കണ്ടത്. രാഹുലിനെതിരെ ക്രമപ്രശ്നം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ ഹൈബി ഈഡനൊപ്പം തന്നെ തൃണമൂൽ അംഗം സൗഗത റായും കേന്ദ്രമന്ത്രിമാരെ മുഴുവൻ ക്രമപ്രശ്നം ഉന്നയിച്ചുകൊണ്ട് പ്രതിരോധത്തിലാക്കി. ഉന്മേഷ്. ശരി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.